റിജിൽ മാക്കുറ്റി വിജയിച്ചിരിക്കുകയാണ്. കണ്ണൂർ കോർപ്പറേഷനിലെ ആദ്യ കടലായി ഡിവിഷനിൽ നിന്ന് LDF സീറ്റ് പിടിച്ചെടുത്തിരിക്കുകയാണ്. വിമത ഭീഷണി ഉൾപ്പെടെ തള്ളിക്കൊണ്ട് മനോജ് ചേരുന്നുണ്ട്. മനോജ്, റിജിൽ മാക്കുറ്റി വൻ വിജയം നേടിയെന്ന വാർത്ത വരുന്നുണ്ട്, വിശദാംശങ്ങൾ. KPCC അംഗവുമായ റിജിൽ മാക്കുറ്റി വൻ വിജയം നേടിയിരിക്കുന്നു എന്നതാണ്. ഏതാണ്ട് 700ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിമതന് അവിടെ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയില്ല. ഏതാണ്ട് 200ലധികം വോട്ടുകൾ മാത്രം ആ വിമതൻ നേടുന്ന ഒരു സാഹചര്യം. LDFന്റെ സിറ്റിംഗ് സീറ്റാണ് ആദ്യ കടലായിൽ LDF രണ്ടാം സ്ഥാനത്താണ്. ഏതായാലും ആദ്യ കടലായി എല്ലാവരും വലിയ ആകാംക്ഷയോട് നിന്ന് ആദ്യ കടലായിൽ റിജിൽ ചന്ദ്രൻ മാക്കുറ്റി വലിയ വിജയമാണ് നേടിയിട്ടുള്ളത്. ആദ്യ കടലായിൽ നമുക്കറിയാം, ആദ്യ കടലായി ഡിവിഷനിൽ ആദ്യം കോൺഗ്രസ് സീറ്റ് ലീഗ് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം, അങ്ങനെ അത് നൽകാതെ വന്നപ്പോഴാണ് അവിടെ റിബൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ആ റിബൽ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒരു ഡിവിഷൻ കൂടിയാണ് ആദ്യ കടലായി. അങ്ങനെ ആദ്യ കടലായിൽ റിബലിന്റെ എല്ലാ ഭീഷണിയെയും അതിജീവിച്ചുകൊണ്ട് റിജിൽ മാക്കുറ്റി വലിയ വിജയം, അതായത് UDF പോലും 50ഓളം വോട്ടിന് മാത്രം ജയിക്കുമെന്നൊക്കെ കരുതിയ ആ ഡിവിഷനിലാണ് ഏതാണ്ട് 700ലധികം വോട്ട്, 1400ലധികം വോട്ടുകൾ നേടിക്കൊണ്ട് ഈ റിജിൽ മാക്കുറ്റി അവിടെ വിജയിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, അവിടെ റിജിൽ മാക്കുറ്റിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും റിജിൽ മാക്കുറ്റിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അത് വലിയ ഒരു നേട്ടമായി കാണുകയും ചെയ്യുകയാണ് UDF. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ ആദ്യ കടലായിൽ UDF വിജയിക്കാൻ കഴിഞ്ഞു. അതേ ഒരു ട്രെൻഡ് തന്നെയാണ് UDFന്റെ എല്ലാ കേന്ദ്രങ്ങളിലും കാണാൻ കഴിയുന്നത്. വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കണ്ണൂർ കോർപ്പറേഷനിൽ UDFന് കഴിഞ്ഞിരിക്കുന്നു. ഒരു തരത്തിലുള്ള ചലനവും സൃഷ്ടിക്കാൻ LDFന് കഴിയാത്ത തരത്തിലുള്ള മുന്നേറ്റം നടക്കുകയാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ BJPയും വലിയ നേട്ടത്തിലേക്ക് പോകുന്നു. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു സീറ്റ് അവർ 2ആക്കി മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റ് ഇനി വരാൻ പോകുന്ന ഡിവിഷനുകളിലും വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം ഇപ്പോഴും BJP പ്രകടിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മറ്റൊരു കാര്യം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെതാണ്. ജില്ലാ പഞ്ചായത്തിന്റെ ഒരു സാഹചര്യം മാറി മറിയുകയാണ്. LDF ഈ ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. 19-6 എന്നുള്ള രീതിയിലേക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ലീഡ് നില മാറി. ബിനോയ് കുര്യൻ ഉൾപ്പെടെ ഇപ്പോൾ 1ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ UDFന് കഴിയില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. UDFന് പോകാൻ കഴിയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മൾ തുടക്കത്തിലൊക്കെ സൂചിപ്പിച്ചത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു സെമി ഫൈനൽ എന്നുള്ള രീതിയിലാണ്. അതാണ് ആ 4 മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 3ാം വട്ടവും LDF സർക്കാർ എന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് LDF മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ അവിടെ നിന്നും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും മേൽക്കൈ നേടാറുള്ളത് LDF ആണ്. അതിൽ നിന്നും മാറി ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ UDFന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുന്ന കാര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. അതിന്റെ ഒരു ഫലസൂചനയാണ് ഈ ജില്ലാ പഞ്ചായത്തിന്റെ ഫലം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കണ്ണൂരിൽ ഉൾപ്പെടെ കഴിഞ്ഞ തവണ 7 ഡിവിഷനാണ് കണ്ണൂരിൽ UDFന് ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ നിലവിൽ 9 ഡിവിഷനുകളിൽ അവർ ലീഡ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ LDFൽ നിന്നും സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമൊക്കെ UDFന് ഉണ്ടായാൽ അത് കണ്ണൂരിൽ വലിയ രീതിയിൽ ചർച്ചയാകും, CPMൽ വലിയ രീതിയിൽ ചർച്ചയാകും. എന്തായാലും ഈ കണ്ണൂരിലെ ഫലം സംസ്ഥാനത്താകെ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. കണ്ണൂർ കോർപ്പറേഷൻ UDF ഉറപ്പായും ഭരിക്കും എന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതും കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തോടു കൂടി പോകും. പല LDFന്റെ സീറ്റുകളും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അർജുൻ.